ഹലോ ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആൻഡ് ട്രോംബോലൈറ്റിക് ഡ്രഗ് ആണ്. സോ ബേസിക്കലി ഈ രണ്ട് ഡ്രഗുകളും നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിലൊക്കെ ബ്ലഡ് ക്ലോട്ടൊക്കെ ഫോം ചെയ്യുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അത് വരാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഈ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ്. സോ ത്രോംബോഹെക്സിൻ സിന്തസിസ് ഇൻഹിബിറ്റർ ഉണ്ട്, ആസ്പിറിൻ ആണ്. നിങ്ങൾ കോമൺലി ഇപ്പം ബ്ലോക്കൊക്കെ വന്ന് അല്ലെങ്കിൽ ക്ലോട്ടൊക്കെ ഡെവലപ്പായ മിക്കവാറും ഉണ്ടാവുന്ന എല്ലാ പേഷ്യൻറ്റിനും ആസ്പിറിൻ കാണും. പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ഓൾറെഡി പിന്നെ ഫർദർലി ക്ലോട്ടപ്പ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ആസ്പിറിൻ മിക്കവാറും പ്രിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്ലേറ്റഡ് CAMP എൻഹാൻസർ ആണ്, ഡൈപിരിമിഡമോൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് P2Y12 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഉണ്ട്. സോ ക്ലോർപ്രിഡോഗിൽ കൂടുതലായിട്ട് കാണാറുണ്ട്, ഡ്രഗ് ഓഫ് ചോയ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. So next one is GP2B and GP3A antagonist ആണ്. സോ അബിക്സിമാബ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. 2-3 എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കുക. സോ ക്ലാസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ത്രോംബോഹെക്സിൻ സിന്തസിസ് ഇൻഹിബിറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആസ്പിറിൻ പറഞ്ഞു അല്ലേ. സോ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ തെറാപ്യൂട്ടിക് എഫക്റ്റീവ്നെസ്സും ആസ്പിറിൻ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്ലേറ്റൽ CAMP എൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ആസ്പിറിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ ആസ്പിറിൻ ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ H സിന്തറ്റീസ്. കണ്ടോ, അതായത് ആസ്പിറിൻ ഇറിവേഴ്സിബിളി എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്തിൻ്റെ, പ്രോസ്റ്റാഗ്ലാൻഡിൻ H സിന്തറ്റീസ്, അതായത് സൈക്ലോക്സിജിനേസിനെ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു ഇൻ പ്ലേറ്റ്ലെറ്റ്സ്. എവിടെ? പ്ലേറ്റ്ലെറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് മെഗാ കാരിയോസൈറ്റ്സ് ബ്ലോക്കിംഗ് ത്രോംബോഹെക്സിൻ A2 ഫോർമേഷൻ. അങ്ങനെ എന്ത് ചെയ്യില്ല, ത്രോംബോഹെക്സിൻ A2 ഫോർമേഷൻ എന്ത് ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആസ്പിറിൻ ഇറിവേഴ്സിബിളി പ്രോസ്റ്റാഗ്ലാൻഡിൻ H സിന്തറ്റൈസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് എവിടെ പ്ലേറ്റ്ലെറ്റ് ഇൻഹിബിറ്റ് ചെയ്യുകയും അങ്ങനെ ത്രോംബോഹെക്സിൻ A2 ഫോർമേഷനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ആൻറ്റി ത്രോംബിൻ എഫക്റ്റ് നമ്മുടെ ഒരു 8 മുതൽ 10 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഡോസിങ് റെജിമെൻറ്റ് പറയുവാണെങ്കിൽ ബേസിക്കലി ഡെയിലിയാണ് ആസ്പിറിൻ എടുക്കേണ്ടാവുക. സോ റിസ്ക് റിഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മൾ ഫസ്റ്റ് ലൈൻ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗിലൊക്കെ നമ്മൾ ആസ്പിറിനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്ത് എപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ്. സോ ആസ്പിറിൻ ഡോസേജ് ഉണ്ട് 81 mg ആണ് കാർഡിയോ വാസ്കുലർ പ്രിവെൻഷനും ലോ ഡോസ് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന എമൗണ്ട് എല്ലാം നമ്മൾ പെയിന്, വേദന, പനിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. സോ ആസ്പിറിന് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ബ്ലീഡിങ്, മിക്കവാറും പെപ്റ്റികൾച്ചർ ഫോർമേഷനൊക്കെ ആസ്പിറിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ആസ്പിറിൻ ചിലർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്, ബ്ലീഡിങ് ഡിസോർഡർ, അവർക്ക് ചില സമയത്ത് ഈ പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൈയൊക്കെ മുറിഞ്ഞാൽ ബ്ലഡ് നിൽക്കുന്നുണ്ടാവില്ല, പെട്ടെന്ന് ഉക്കൊണ്ടേയിരിക്കും. സോ കോമൺ സൈഡ് എഫക്റ്റ് അപ്സെറ്റ് ഓഫ് സ്റ്റൊമക്ക് ഉണ്ടാവും, പിന്നെ ചെറിയ ഹെഡ് ഏക്ക്, ഡ്രൗസ്നെസ്, എപ്പോഴും ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സിവിയറായിട്ട് പറയുവാണെങ്കിൽ നൗസിയ, വോമിറ്റിംഗ്, ബ്ലഡി ഓർ ടാരി സ്റ്റൂൾസ്, മിക്കവാറും ബ്ലഡ് ഒക്കെ സ്റ്റൂൾസിൽ ഉണ്ടായിരിക്കും. പിന്നെ ഫീവർ ഉണ്ടായിരിക്കും, 3 ദിവസമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പെയിന്, സ്വെല്ലിങ്, അങ്ങനെയൊക്കെ സിവിയർ കണ്ടീഷനിൽ ഉണ്ടായിരിക്കും. സോ 2-3 ഒക്കെ പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ത്രോംബോലൈറ്റിക് ആണ്. നമുക്ക് അവിടെ ആസ്പിറിൻ മാത്രമേ പഠിക്കാനുള്ളൂ. സോ ബേസിക്കലി ത്രോംബോലൈറ്റിക് ഡ്രഗ് പറയുവാണെങ്കിൽ നമ്മൾ ത്രോംബോലൈസിസിനെ അല്ലെങ്കിൽ ഫിബ്രിനോലൈറ്റിക് തെറാപ്പി എന്നും പറയാറുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ത്രോംബോലൈറ്റിക് അതായത് നശിപ്പിച്ച് കളയുക, അതിനെ നമ്മൾ എന്താ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായാലും അവിടെ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. സോ ത്രോംബോലൈറ്റിക് ആർ ക്രൂഷ്യൽ ഇൻ ടെസ്റ്റിംഗ് ST ഇവാലുവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സോ ത്രോംബോലൈറ്റിക് എന്താണ്, നമ്മൾ എലിവേഷൻ ആണ്, ഇവാലുവേഷൻ അല്ല, എലിവേഷൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ വീനസ് ത്രോംബോലിസിസ് അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ത്രോംബോലൈറ്റിക്സ് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. ബിക്കോസ് ബ്ലഡൊക്കെ ഫോം ചെയ്ത് ക്ലോട്ട് ആയിക്കഴിഞ്ഞാൽ അവർക്ക് മരണമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, തടസ്സപ്പെടുകയല്ലേ ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു വെസലിനകത്ത് കുറേ ബ്ലഡ് ക്ലോട്ടിൽ ഫോം ചെയ്യുക, ബ്ലഡിന് പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പഠിച്ചാലും മതിയായിരിക്കും. ആൻഡ് സ്ട്രോക്ക്, പിന്നെ സിവിയർ വീനസ് ത്രോംബോ എംബോളിസം ഉള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നുമില്ല, റാപ്പിഡ്ലി ഡിസോൾവ് ചെയ്യുക, ഈ ക്ലോട്ട് ഉണ്ടായ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അങ്ങനെ ബ്ലഡ് ഫ്ലോ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഫർദർലി ഹാർട്ടിന് ഡാമേജ് ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഹാർട്ട് അറ്റാക്കിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, പിന്നെ ഇൻഫെക്ഷൻസിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷനിലെ നോൺ ഫിബ്രിൻ സ്പെസിഫിക് ഉണ്ട്. സോ സ്ട്രെപ്റ്റോക്കിനേസ്, അനിസ്ക്ലേസ്, യൂറോക്കിനേസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇവർ പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ദീസ് ഡ്രഗ് ആക്ടിവേറ്റ് എന്താണ്,
പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിൻ. ഇതാണ്, ഈ ഒരു പോയിന്റ് മാത്രം ആലോചിച്ചാൽ മതി. പ്ലാസ്മിനോജൻ ടു പ്ലാസ്മിൻ ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഡീഗ്രേഡ് ഫിബ്രിൻ ക്ലോട്ടിൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഫിബ്രിൻ ക്ലോട്ടിനെ നശിപ്പിച്ച് കളയുന്ന രീതിയാണ് ചെയ്യേണ്ടാവുക. സോ നെക്സ്റ്റ് ഫിബ്രിൻ സ്പെസിഫിക് ആണ്. സോ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റഡ് TPA fall into the category including altiplase, retiplase ഒക്കെയാണ് എക്സാമ്പിൾ ഡ്രഗിന്റെ പേരുകൾ വരുന്നത്. ഇവർക്ക് ഫിബ്രിൻ ബൗണ്ട് പ്ലാസ്മിനോജനോട് ഭയങ്കരമായിട്ടുള്ള ഒരു അഫിനിറ്റി ഉണ്ടാവുകയും, അതായത് ബേസിക്കലി ഈ ഫിബ്രിൻ ബൗണ്ട് ചെയ്യുന്ന പ്ലാസ്മിനോജൻ, അതായത് നമ്മുടെ ക്ലോട്ട് ഇല്ലേ, ക്ലോട്ടിനോട് ഭയങ്കര താല്പര്യം ഈ ഫിബ്രിൻ സ്പെസിഫിക് ഏജൻസിന്. അപ്പോൾ ഇത് നേരെ പോയിരുന്നിട്ട് തന്നെ നശിപ്പിച്ച് കളയാണ് ചെയ്യുക. മേലെ അങ്ങനെയല്ല, മേലെ എങ്ങനെയാണ് പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കുന്നത്, അതായത് നമ്മുടെ ഈ ക്ലോട്ടിനാണ് പ്ലാസ്മിനോജൻ എന്ന് പറയുക. അപ്പോൾ പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കുവാണ് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, ഫിബ്രിൻ ബൗണ്ട് പ്ലാസ്മിനോജനോട് ഈ ഫിബ്രിന് ഭയങ്കര താല്പര്യം, അല്ലെങ്കിൽ ഫിബ്രിൻ സ്പെസിഫിക് ഏജന്റിന് ഭയങ്കര താല്പര്യം ഉണ്ടാവുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. പിന്നെ ന്യൂവർ ജനറേഷൻ ഏജൻസ് ഉണ്ട്. സോ അത് ബേസിക്കലി അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളുണ്ട്. രണ്ട് മാത്രം പഠിച്ചാൽ മതി, നോൺ ഫിബ്രിൻ സ്പെസിഫിക്കും ഫിബ്രിൻ സ്പെസിഫിക്കും. അപ്പോൾ എളുപ്പമാണല്ലോ. ഒന്ന് ഫിബ്രിൻ സ്പെസിഫിക് വെച്ചാൽ ഫിബ്രിൻ അല്ലെങ്കിൽ ഫിബ്രിൻ ബൗണ്ട് ചെയ്തിട്ടുള്ള പ്ലാസ്മിനോജനോട് മാത്രവും, മറ്റത് ഫിബ്രിൻ അങ്ങനെയല്ല, ഫിബ്രിൻ എന്ന സംഭവമേ ഇല്ല, പ്ലാസ്മിനോജൻ എല്ലാത്തിനും ടു പ്ലാസ്മിനായിട്ട് മാറ്റിയിട്ട് പിന്നെ ഡീഗ്രേഡ് ചെയ്ത് ഫിബ്രിൻ ക്ലോട്ട്സുകൾ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. സോ ഇവിടെയും ഡോസിങ് ഉണ്ട്. സോ സ്ട്രെപ്റ്റോക്കിനേസ് ആണെങ്കിൽ 1000 to 300 mg ആണ്. 30 മിനിറ്റ് ഇൻഫ്യൂഷൻ കൊടുക്കുന്നു. സോ 2-3 ഡോസുകൾ നോക്കി വെക്കുക. സോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഡോസിന്റെ കാര്യത്തിൽ. സോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുന്ന കണ്ടീഷനിൽ കൊടുക്കാറുണ്ട്. സ്ട്രോക്ക്, പൾമണറി എംബോളിസം, പിന്നെ ഡീപ് വെയിൻ ത്രോംബോസിസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ സെയിം ഇൻഡിക്കേഷൻസ് ഒക്കെ ഏകദേശം രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. പ്രശ്നം വെച്ചാൽ ഈ ഒരു ക്ലോട്ടിനെയൊക്കെ നശിപ്പിച്ച് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിസോൾവ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ബ്ലീഡിങ് ചില സമയത്ത് കാണാറുണ്ട്. ഇന്റേണലോ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങോ കാണും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ റീസെന്റ് ഇൻട്രാക്രേനിയൽ ഇവന്റ്, അതായത് പേഷ്യന്റിന് ഇൻട്രാക്രേനിയൽ ഹെമറേജുകളിൽ ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് 3 മാസത്തിനുള്ളിൽ റീസെന്റ് ആയിട്ട് ഒരു ഇസ്കീമിക് ഷോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് സസ്പെക്റ്റഡ് അയോട്ടിക് ഡിസെക്ഷൻ ആണ്. അത് ത്രോംബോലൈറ്റിക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വേണമെങ്കിൽ അയോട്ടിക് ഡിസെക്ഷൻ ഉണ്ടാകാം. അതായത് മേ ബി നമ്മൾ അവിടെ പൊട്ടിപ്പോയിട്ട് അകത്ത് തന്നെ ബ്ലീഡിങ് ഉണ്ടായി കോംപ്ലിക്കേറ്റ് തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ത്രോംബോലൈറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചു കൊടുക്കണം. പിന്നെ ബ്ലീഡിങ് ഡയത്തസിസ് ആണ്. അതായത് പേഷ്യൻസിന് ബ്ലീഡിങ് ഡിസോർഡർ ഉണ്ട്, ഹീമോഫീലിയ പോലുള്ള ഡീപ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇന്റേണലോ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഭയങ്കര റിസ്ക് ഫാക്ടർ ഉള്ളതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എളുപ്പമാണ്, അധികം ഒന്നുമില്ല. ഇവിടെ രണ്ട് ഡ്രഗുകൾ മാത്രം അങ്ങ് പഠിച്ചു വെക്കുക. പിന്നെ മറ്റൊരു എന്ത് ചെയ്യുക, ആസ്പിറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഡ്രഗുകൾ നോക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആസ്പിറിൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, ഇത്രയും ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് അവിടെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് മിക്കവാറും വരുള്ളൂ. അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ആന്റിപ്ലേറ്റ്ലെറ്റിൽ നിന്ന് അങ്ങനെ അധികം ചോദിച്ചാൽ അങ്ങനെ കാണാറില്ല എന്നുള്ളതാണ്. സോ നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് വീഡിയോ ആണ്. താങ്ക് യു.